നമസ്കാരം. നമ്മൾ പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ പറ്റി കേട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നത്. അതായത് സാമൂഹിക വിരുദ്ധരെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പത്രങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയും ഒക്കെ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പേരാണ് സാമൂഹിക വിരുദ്ധരെന്നത്. അപ്പം അത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ് എന്ന് മനസ്സിലാക്കുക. അതായത് മറ്റുള്ളവരുടെ ആവശ്യങ്ങളെയോ മറ്റുള്ളവരെയോ ബഹുമാനിക്കാത്ത, നിയമത്തിന് പുല്ല് വില കൽപ്പിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ഇവർക്കുണ്ടാവുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു പേഴ്സണാലിറ്റി, അതായത് ഒരു വ്യക്തിത്വ വികാസം നടക്കുന്നത് ഏകദേശം ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ 10 വയസ്സോടു കൂടി തന്നെ നമുക്ക് ഈ സാമൂഹിക വിരുദ്ധ, അതായത് കണ്ടക്ട് ഡിസോർഡർ എന്ന ആ പ്രായത്തിൽ അവർക്കുണ്ടാവുന്ന ചില കാര്യങ്ങൾ, അതായത് നുണ പറയുക, മറ്റുള്ള കുട്ടികളെ ഉപദ്രവിച്ച് കഴിഞ്ഞാലും ഞാനത് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുക, പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ വളരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള ക്രൂര സ്വഭാവങ്ങളും ചതിയും നുണയും ഒക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ പിന്നെ മോഷണം നടത്തിക്കഴിഞ്ഞാലും താനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുക. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെയും അവരെ ഏതെങ്കിലും ഒരു സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ അടുത്ത് കൊണ്ടുപോയിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ അവരെ ഒരിക്കലും ഒരു സാമൂഹിക വിരുദ്ധരായിട്ട് വരാതിരിക്കാൻ നമുക്ക് ഒരു പരിധി വരെ സാധിക്കും. അപ്പം ഇങ്ങനെ അവർ 18 വയസ്സിലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും ആ ഒരു ആൻറ്റി സോഷ്യൽ ബിഹേവിയറിലേക്ക് അവർ ശരിക്കും എത്തിച്ചേരുക. ആ സമയമാവുമ്പോഴേക്ക് തന്നെ ലഹരി വസ്തുക്കളൊക്കെ തന്നെ അവർ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. മിക്കവരും ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആയിട്ടുള്ളവർക്ക് ലഹരി വസ്തുക്കളോട് അമിതമായ ഇഷ്ടമുണ്ടാവും. അതുപോലെ തന്നെ സെക്ഷൽ ബിഹേവിയർ, മറ്റുള്ളവരോട് വളരെ മോശമായ രീതിയിൽ സെക്ഷലി അബ്യൂസ് ചെയ്യാനും പ്രകൃതി വിരുദ്ധമായ രീതിയിൽ ഉപയോഗിക്കാനൊക്കെ ഈ സാമൂഹിക വിരുദ്ധർ കൂടുതൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിയമത്തിന് പുല്ല് വില കൽപ്പിക്കും. അവർക്ക് ഒരു തരത്തിലുള്ള പേടിയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും വളരെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾക്ക് തന്നെ വളരെ ശക്തമായിട്ട് പ്രതികരിച്ച് അടിപിടി കൂടി റോഡിലൊക്കെ അടിപിടി കൂടുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാര്യം വളരെ ചെറിയ കാര്യമായിരിക്കും, പക്ഷേ അവർക്ക് അവരുടെ ഒന്നും തന്നെ വികാരങ്ങളൊന്നും തന്നെ അവർക്ക് അടക്കി വെക്കാൻ സാധിക്കാതെ അത്രയും ദേഷ്യവും അഗ്രഷനൊക്കെ കാണിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും, ഇതിൽ തന്നെ ഫാക്ടർ 1, ഫാക്ടർ 2 എന്നുള്ള രീതി തന്നെയുണ്ട് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ തന്നെ. ഫാക്ടർ 1 വരുന്നത് എന്ന് പറഞ്ഞാൽ സൈക്കോപ്പതിയോട് കൂടി ചേർന്ന ഒരവസ്ഥയാണ്. വളരെ ക്രൂരമായി മറ്റുള്ളവരെ എന്തിനാണ് ഉപദ്രവിക്കുന്നത് എന്ന് ചോദിച്ചാൽ വെറുതെ ഒരു രസത്തിന്, അവർക്ക് ഒരു കാര്യവുമില്ലാതെ ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് രസം കണ്ടെത്തുക എന്നുള്ളതാണ് അവരിൽ കാണുന്നത്. രണ്ടാമത്തെ ഫാക്ടർ 2 എന്ന് പറയുന്നത് ക്ലസ്റ്റർ ബിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥ. അതായത് ക്ലസ്റ്റർ 1ൻ്റെ അത്രയും ഭീകരത ഉണ്ടാവില്ല, എന്നാൽ തന്നെയും അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കാനും നിയമത്തിനെ പറ്റി അവരെ ഒരിക്കലും ചിന്തിക്കൂല. അതായത് നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോലീസ് വരും, അല്ലെങ്കിൽ ജയിലിലാവും എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവർക്ക് അതിനെ പറ്റിയിട്ടൊന്നും ഒരു തരത്തിലുള്ള വിചാരം ഉണ്ടാവുകയില്ല, ഒരു തരത്തിലും നിയമത്തിന് പേടിയും ഉണ്ടാവില്ല. പിന്നെ സാമ്പത്തികമായ ഉത്തരവാദിത്തമോ പിന്നെ അതുപോലെ തന്നെ കുടുംബത്തിനോടുള്ള ഉത്തരവാദിത്വവും ഒട്ടും തന്നെ ഇവർക്കുണ്ടാവില്ല. ജോലിക്ക് പോവുക എന്നുള്ള കാര്യമൊക്കെ സാമൂഹിക വിരുദ്ധരായിട്ടുള്ളവർ വളരെ കുറവായിരിക്കും. മറ്റുള്ളവരെ ചതിച്ചും പറ്റിച്ചും, ക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് പണമൊക്കെ നേടുന്നതിനൊന്നും ഇവർക്ക് യാതൊരു വിഷമവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഒന്നും തന്നെ ഇവർ ഏറ്റെടുക്കില്ല.
ചിലപ്പോൾ ഒരു കുടുംബമൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇവർ അപ്രത്യക്ഷമാവുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അവരെ നോക്കിയില്ല, അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള ഫീലിങ്സും ഉണ്ടാവില്ല. ക്രൂരമായി മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ അവർ വേദന കൊണ്ട് പൊളിയുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വേദനയുണ്ടാകും, ഇവർക്ക് യാതൊരു തരത്തിലുള്ള ഫീലിങ്സ്, വിഷമങ്ങളോ സങ്കടങ്ങളോ ഒന്നും തന്നെ, പശ്ചാത്താപമോ കുറ്റബോധമോ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആൾക്കാരായിരിക്കും. ശരിക്കും നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായില്ലേ, കണ്ണിൽ ചോരയില്ലാത്തവർ, ആ ഒരു രീതിയിലുള്ള പാറ്റേണിലായിരിക്കും ഇവരുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുമായിട്ട് ഇതിന് എന്തെങ്കിലും രീതിയിലുള്ള ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിലുള്ള ആൾക്കാർക്ക് ഇത്തിരി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു എമ്പതി ഉണ്ടാകും. അതായത് അവനവനോടെങ്കിലും ഒരു എമ്പതി ഉണ്ടാവും. അല്ലെങ്കിൽ തൻ്റെ ഇമേജ് മറ്റുള്ളവർ കാണും, സമൂഹത്തിൻ്റെ മുൻപിൽ, അതായത് താൻ ഏറ്റവും മികച്ചവനാവണം എന്നാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ളവർ ചിന്തിക്കുക. പക്ഷേങ്കിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ ഒരിക്കലും താൻ മികച്ചവനാണോ എന്നൊന്നും ചിന്തിക്കില്ല. ആ സമയം അവർക്ക് അവരുടെ കാര്യം നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ സമൂഹത്തിൻ്റെ മുൻപിൽ തൻ്റെ ഇമേജ് പോയിപ്പോവും എന്നുള്ള പേടി എപ്പോഴും നാർസിസ്റ്റുകൾക്കുണ്ടാവും. പക്ഷേ ഒരിക്കലും ഈ ആൻറ്റി സോഷ്യലുകൾക്ക് ഒരിക്കലും ആ ഒരു രീതിയിലുള്ള പേടിയൊന്നും ഇവർക്കുണ്ടാവുകയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ തന്നെ അതായത് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ അധിക ആൾക്കാരും ഏതെങ്കിലും രീതിയിൽ പിടിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഹോസ്പിറ്റലൈസ്ഡോ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലാണ് അവരെ ഒന്ന് സൈക്കോളജിസ്റ്റിൻ്റെയും സൈക്കാട്രിസ്റ്റിൻ്റെയും അടുത്തൊക്കെ എത്തിച്ചേരുക. അവരായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ അവരെ ഒരു തരത്തിലും ഇങ്ങനെയുള്ള സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊന്നും കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം അവരതിനൊന്നും നിന്ന് തരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ചെറിയ സമയങ്ങളിൽ തന്നെ, ചെറിയ പ്രായമായിരിക്കുമ്പോൾ, ആ കണ്ടക്ട് ഡിസോർഡറിലുള്ള സമയത്ത് തന്നെ ഇവരെ കണ്ടെത്തി വേണ്ടും വിധത്തിലുള്ള ചികിത്സകൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിൽ നിന്ന്